ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബേക്കറി ഫ്ലേവറൊക്കെയുള്ള നല്ലൊരു പൈനാപ്പിൾ കേക്കാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഓവനൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഫ്രഷ് പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് കയ്പ്പ് രസം വരും. അപ്പോൾ ഞാനൊരു 1/3 കപ്പ് ഷുഗർ 1/2 കപ്പ് വാട്ടറിൽ ഒന്ന് ബോയിൽ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്രഷ് പൈനാപ്പിൾ ആകുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ഫ്ലേവർ ഉണ്ടാവില്ല. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് സമയം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് നന്നായി ഇറങ്ങുകയും ചെയ്യും. പൈനാപ്പിൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള ആ കയ്പ്പ് രസം മാറിക്കിട്ടുകയും ചെയ്യും. അതിനുശേഷം തണുക്കാനായിട്ട് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വാനില പൗഡർ. ഇത് ഈ 5 എണ്ണം കൂടെ ഒന്ന് നന്നായി ഒന്ന് ഇടഞ്ഞ് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. വാനില പൗഡർ ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതി. ഇനി ഒരു ബൗളിനകത്തേക്ക് ഒരു 2 എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഹാൻഡ് ബീറ്ററോ ഹാൻഡ് വിസ്കോ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒന്നാകെ ചേർത്ത് മിക്സ് ചെയ്യണ്ട. നമ്മളിത് ചേർത്ത് കഴിയുമ്പോൾ ഇത് താഴ്ന്നു പോകരുത്. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിനകത്തേക്ക് 1/4 കപ്പ് 2 ടേബിൾ സ്പൂൺ മിൽക്കും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഓയിലിന് പകരം മെൽറ്റഡ് ബട്ടറും ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ഈ മിക്സാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒരല്പം എടുത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നമ്മുടെ ബാറ്ററിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ ബാറ്റർ വല്ലാതെ അങ്ങ് താഴ്ന്നു പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാറ്ററിന് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. ഇനി നമുക്കിതൊരു ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 1/2 kg വരുന്ന ഒരു പൈനാപ്പിൾ കേക്കാണ് ഞാൻ കാണിക്കുന്നത്. ഗ്രീസ് ആൻഡ് ഫ്ലോർ ചെയ്തെടുത്തതാണ്. കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കുറച്ച് മൈദ ഇട്ട് ഡസ്റ്റ് ചെയ്ത് അതിനുശേഷം ഇത് ഞാൻ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാണ്. നോർമലി ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കിയെടുത്ത് മണലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 20 മിനിറ്റിലായിട്ടില്ല, 25 മിനിറ്റ് എടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് ഗ്ലൈസിങ് ജെല്ലാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി പൈനാപ്പിൾ എമൽഷൻ ചേർത്തിട്ടുണ്ട്. പൈനാപ്പിൾ എമൽഷൻ ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസും യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയേക്കാം. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് ബേക്കായിട്ട് വരാൻ. 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. 25 മിനിറ്റ് എടുത്ത് നല്ല സോഫ്റ്റാണ്, ഫ്ലഫിയാണ്. ഇത് തണുത്ത് വരട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്തൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി വിപ്പ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ 2 എണ്ണം ചെയ്തതാണ്. കാണാത്തവരത് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം കേക്കൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനിനി 2 ലെയറായിട്ട് കട്ട് ചെയ്യാണ്. ഇനി ഓരോ ലെയറിലും നമുക്ക് നമ്മൾ നേരത്തെ പൈനാപ്പിൾ ബോയിൽ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മളെ കേക്ക് ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ബോർഡറിന് മാത്രമായിട്ട് ക്രീം വെച്ച് കൊടുക്കുക. കുറച്ച് കട്ടിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്തിട്ടുള്ള ഗ്ലേസ് ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ മുകളിൽ പൈനാപ്പിൾ ക്രഷ് നമ്മൾ ആ ബോയിൽ ചെയ്ത പൈനാപ്പിളിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ക്യാൻഡ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. എന്നോട് ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് മറന്നു പോയതാണ് വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫ്ലേവർ ബേക്കറിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് തീർച്ചയായിട്ടും വെക്കണം കേട്ടോ. അതിനുശേഷം അത് കവർ ചെയ്തിട്ട് ഒന്ന് നന്നായി ഒന്ന് സ്മൂത്താക്കിയിട്ട് നെക്സ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ വെച്ചിട്ട് സെയിം പ്രോസസ്സ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ മിക്സ് വെച്ചിട്ട് നന്നായി ഒന്ന് നനച്ച് കൊടുക്കുക. അതിന് ശേഷം കേക്ക് കംപ്ലീറ്റ് ആയിട്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. മുകളിലും സൈഡിലൊക്കെ നന്നായി തന്നെ ആദ്യം ഒരു കോട്ടിങ് കൊടുത്തിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കുക. അതിന് ശേഷം വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിനകത്തോ വെക്കുക. അതിന് ശേഷം സെക്കൻഡ് കോട്ടിങ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീമൊക്കെ മെൽറ്റായി പോകുന്ന ഒരു കണ്ടീഷനുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് കോട്ടിങ് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് സെക്കൻഡ് കോട്ടിങ് കൊടുക്കുക. ഇനി ഒരു കേക്ക് കോമ്പ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് നമുക്ക് സ്മൂത്തൻ ചെയ്തെടുക്കാം. ആദ്യം അതുപോലെ ഒരു ഓഫ്സെറ്റ് സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് ലെവലാക്കി എടുക്കുക. അതിന് ശേഷം കേക്ക് കോമ്പ് വെച്ചാൽ മതി. മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യുക. 2 or 3 കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത്ര പെർഫെക്ഷൻ വന്നോളണമെന്നില്ല. പക്ഷേ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു 5 or 6 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കേക്ക് കോമ്പ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റാൻഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായി തന്നെ സൈഡൊക്കെ സ്മൂത്തായിട്ട് കിട്ടും. ഒരു തവണ ചെയ്തിട്ട് നിങ്ങൾക്ക് പെർഫെക്ഷൻ തോന്നുന്നില്ലെങ്കിൽ ഒന്നുകൂടെ കേക്ക് കോമ്പ് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ എഡ്ജൊന്ന് വടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഗ്ലേസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഈ സൈഡിലൂടെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലൊന്ന് ഇറ്റിച്ച് കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആ ജെല്ല് മുകളിലിട്ടിട്ട് ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. വല്ലാതെ അങ്ങ് തിന്നായിട്ട് പോകാതിരിക്കുക ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ പൈനാപ്പിളിൻ്റെ ഗ്ലേസ് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുള്ളവർ അത് ഉപയോഗിച്ചോളൂ. അല്ലാത്തവർ ന്യൂട്രൽ ജെല്ല് അല്ലെങ്കിൽ പൈപ്പിംഗ് ജെല്ല് എന്ന് പറഞ്ഞിട്ട് ഗ്ലേസിങ് ജെല്ല് എല്ലാം ഒന്ന് തന്നെയാണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഞാനിപ്പോൾ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ജസ്റ്റ് അവിടെ തന്നെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ മുകളിലും ഓരോ ചെറി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ ആ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന പൈനാപ്പിൾ ചെറിയ പീസായിട്ട് വെച്ചിട്ട് ഓരോന്നിൻ്റെ ഗ്യാപ്പ് പോലെ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇതൊക്കെ ഡെക്കറേഷനൊക്കെ അവനവൻ്റെ ഒരു ഐഡിയ പോലെ ചെയ്യാവുന്നതാണ്. അതൊക്കെ തികച്ചും പേഴ്സണലിയാണ്. നമ്മൾ എങ്ങനെ നമുക്ക് ഐഡിയ ഉണ്ടോ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ പൈനാപ്പിളിൻ്റെ പീസ് ഉണ്ടെങ്കിൽ താഴെ സൈഡിലൊക്കെ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഒട്ടി നിന്നോളും. അതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1 hour മിനിമം ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബേക്കറി ഫ്ലേവറിൽ വരുന്ന ഒരു പൈനാപ്പിൾ കേക്ക് ബേക്കറിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാണുമ്പോൾ ഉള്ള ആ ഒരു ടെക്സ്ചറിലുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.